പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയുടെ മരണം നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. അമ്മു സജീവൻ എന്ന് പറഞ്ഞ 4ാം വർഷ ആ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. 4ാം നിലയിൽ നിന്ന് 3ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് അല്പം ദുരൂഹതയുണ്ട്. ഏതായാലും 3 പെൺകുട്ടികളെ കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായി അമ്മു എന്ന സാധു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടായിരുന്നത്. അതിൽ അലീന ദിലീപ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. കാരണം അലീന ആണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. കാരണം അയാളുടെ ഒപ്പം അഞ്ജന മധുവും AT അഷിത എന്ന 2 പെൺകുട്ടികളുണ്ട്. ഇവർ 3 പേരുമാണ് അമ്മുവിനെ നിരന്തരമായി മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചത്. അവർക്കതൊരു രസമാണ്. ഈ കുട്ടി അത് മാനസികമായ സംഘർഷത്തിലാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. അത് സഹോദരനെ വിളിച്ചു പറഞ്ഞു. ചെന്നൈ ജോലി ചെയ്യുന്ന സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ സംസാരം നമ്മൾ കേട്ടിട്ട് നമ്മുടെ ഹൃദയം ഉരുകയാണ്. അപ്പം ഈ അമ്മു സജീവൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അലീന എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു 4 ഇരട്ടി സൈസുള്ള കുട്ടിയാണ്. അവളെ ഉപദ്രവിക്കുന്നു, അവളെ ഇവക്ക് പേടിയാണ് എന്ന് പറഞ്ഞപ്പം നീ ചെന്നൈയിലോട്ട് വാ എന്ന് സഹോദരൻ അങ്ങോട്ട് വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ അമ്മുവിന്റെ പിതാവ് ഒരു കംപ്ലൈന്റ് കൊടുത്തു പ്രിൻസിപ്പളിന്. ഇവര് 3 പേരും അലീനയും അഞ്ജനയും അഷിതയും ഈ കുട്ടിയെ മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുന്നു. 8/11/2011 പരാതി എഴുതി കൊടുത്തു. ഓൺലൈനിൽ പരാതി കൊടുത്തു. പ്രിൻസിപ്പൾ തക്കതായ മറുപടി അവർക്ക് കൊടുത്തുമില്ല. നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരാഴ്ച ആ കുട്ടി ആ പീഡനം സഹിച്ച് ഒക്കെ ഇരുന്നു. ഈ മരണ ദിവസം ക്ലാസ്സിലിരുന്ന് ഇവർ 3 പേരും ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന രംഗം ഉണ്ടായി. കാരണം ഇവള് കള്ളിയാണ്, ഇവർ നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ, ഇവളത് മോഷ്ടിച്ചെടുക്കും എന്ന് ഓപ്പണായിട്ട് ഈ 3 പേരും ക്ലാസ്സിലിരുന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് നേരെ ഓടി ഹോസ്റ്റലിൽ ചെന്ന് അവിടുന്ന് അതിന്റെ 2ാം നിലയിലെ 3ാം നിലയിൽ കയറി അവിടുന്ന് ചാടിയെന്നാണ് ഇപ്പം പറയുന്നത്. ചാടിയത് ആരെങ്കിലും കണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ ആ ഹോസ്റ്റലില് ഈ അമ്മുവിന്റെ കൂടെയുള്ള ആ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുകളിൽ നിന്ന് എടുത്ത് ചാടി എന്ന് പറയുന്നത് ചാടിയത് കണ്ടത് ആരാന്ന് അറിയില്ല. എങ്കിലും ആ കുട്ടിയുടെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. കാല് ഒടിഞ്ഞു, വട്ടം ഒടിഞ്ഞു, അത് വെളിയിലോട്ട് തള്ളി നിന്നു. എന്തായാലും താഴെ വീണ് കിടക്കുന്ന അമ്മുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ചെന്നു. അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന ആംബുലൻസിൽ കൊണ്ടുവരുന്ന വഴിക്ക് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു. കാലിനാണ് മാത്രം പരിക്ക് എല്ലാവരും പറയുന്നെങ്കിലും മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉന്തിയിട്ടിട്ടുണ്ടെങ്കിൽ, തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഭാഗങ്ങളിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെത്ത് വന്നത്. കാലിലാണെങ്കിൽ ബ്ലീഡ് ചെയ്ത് ചിലപ്പം മരിക്കാം. പക്ഷേ അത് ഫസ്റ്റ് എയ്ഡ് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടാവും. നെഞ്ച് തകർന്നിട്ടുണ്ടോ ആ വീഴ്ചയിൽ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ ഒന്നും അറിയില്ല. അത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഒരു കൊച്ചു വേദനയോടെ 3-4 വർഷം ആ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ആ അവസ്ഥ, 2 മാസം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ അതിന് രക്ഷപ്പെട്ടു പോകാം എന്ന് വരെ അത് ആ പീഡിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞു. പ്രിൻസിപ്പൾ ഇവരെ 3 പേരെയും വിളിച്ചു, ആ അമ്മുവിനെയും വിളിച്ചു. അന്നേരം പ്രിൻസിപ്പളിനെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് എന്നെ ഇനി ഉപദ്രവിക്കരുതെന്ന് സാറ് പറയണം എന്ന് കേണപേക്ഷിച്ചു. അതൊക്കെ കേൾക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു രസമാണ്. ഇതുപോലെ മൃഗതുല്യമായ പീഡനം കൊടുക്കുന്ന പെൺകുട്ടികളുടെ മനസ്സ് അത് കുറച്ച് കഠിനമാണ്, കഠോരമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ആൺകുട്ടിയെക്കാളും വളരെ മോശമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെൺകുട്ടികൾ ധാരാളം നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ട്. അവരെ വളർത്തിയതിന്റെ കുഴപ്പം തന്നെയല്ലേ അത്. കാരണം സഹോദരിമാരുടെ ഒപ്പം ആ സ്നേഹം പങ്കിട്ട് ഒരു ജീവിത രീതിയാണ് നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ വേണ്ടത്. പക്ഷെ അവിടെ എന്താണ് നടക്കുന്ന? കോളേജിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കാരണം അവരുടെ ഭാഗത്തോട്ട് ചേർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന, അല്ലെങ്കിൽ അവരെ തല്ലി ഒതുക്കുന്ന എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ വേണം അകത്താക്കാൻ. കാരണം ഈ ഒരു കുട്ടിയുടെ മരണം അത് സംശയാസ്പദമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം
ആ ഹോസ്റ്റലിലെ ഒരു മുറിയിൽ നിന്ന്, ഈ കുട്ടിയുടെ മുറിയിൽ നിന്ന് ഐ ക്വിറ്റ് എന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദം. അത് ആ സഹോദരൻ കണ്ടിട്ട് പറഞ്ഞ, അത് എൻ്റെ സഹോദരിയുടെ കയ്യക്ഷരമല്ല. ആരാണ് അത് എഴുതിയത്? ഈ 3 കുട്ടികളെ നോക്കണമല്ലോ. 3 കുട്ടികളുടെ കയ്യക്ഷരം അവിടുത്തെ DYSP എടുക്കണം, അതുമായിട്ട് കമ്പയർ ചെയ്യണം, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ അയക്കണം. അവിടെയാണ് ഈ കേസിന്റെ തിരിവുണ്ടായിരിക്കുന്നത്. ആ പെൺകുട്ടി അമ്മു കോളേജിൽ നിന്ന് ഓടി വന്ന ശേഷം ഇവർ 2 കുട്ടികളും ആ ഹോസ്റ്റലിലുണ്ട്. ആരോപണ വിധേയരായ 2 പേര് ഹോസ്റ്റലിലുണ്ട്. അവരേതെങ്കിലും രീതിയിൽ ഈ കുട്ടിയെ അവിടുന്ന് തള്ളിയിടുകയോ അല്ലെങ്കിൽ ഉന്തിയിടുകയോ അല്ലെങ്കിൽ ഇതിനെ 2ാം നിലയോട്ട് കുളിച്ചു വരുത്തി മർദ്ദിക്കുകയോ എന്നൊക്കെ ചെയ്തോ ഇല്ലോ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏതായാലും പോലീസ് എന്തായാലും കൃത്യമായ നടപടിയിലേക്ക് കടന്നു. പ്രായപൂർത്തിയായ കുട്ടികളാണ്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അവരെ കസ്റ്റഡി ചോദിച്ചു, അവരെ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ധാരാളം എടുക്കേണ്ടി വരണം. ആ കോളേജ് പ്രിൻസിപ്പലിന്റെ ഈ കൊടുത്തിരിക്കുന്ന പരാതി കസ്റ്റഡിയിൽ എടുക്കണം, മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണമെന്ന് അറിയണം ഇനി. കാരണം കാലൊടിഞ്ഞത് മാത്രമാണോ പ്രശ്നം? വേറെ എവിടെയെങ്കിലും ഇഞ്ചുറി ഉണ്ടോ? ഹോസ്റ്റലിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചോ ആരെങ്കിലും? മറ്റു പെൺകുട്ടികൾ വളരെ തൻ്റേടികളാണ്. അവരിതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞ് മുകളിലോട്ട് കയറി അവിടുന്ന് ആ ഉപദ്രവം സഹിക്കാതെ ചാടിയതാണോ, അതോ ഇവർ മുകളിലോട്ട് കൊണ്ട് ഉന്തിയിട്ടതാണോ? ധാരാളം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് വലിയ ഭാഗ്യമായി. 3 പെൺകുട്ടികൾ ആണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തെങ്കിലും ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൂടെ നോക്കണം. കാരണം ആരെയും വെറുതെ വിടാൻ പാടില്ല. ഇതൊരു പാഠമാവണം കേരളത്തിലുള്ള കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക്. ഇങ്ങനെ നടപടി ഉണ്ടാവും. ഒരാളുടെ ജീവൻ ഹനിക്കുന്ന പ്രവൃത്തി നിങ്ങൾ വാക്കാലോ അല്ലെങ്കിൽ പ്രവർത്തിയാലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷയുണ്ടെന്ന് കേരളത്തിലെ ഈ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് മനസ്സിലാക്കണം. സ്കൂളിലും കോളേജിൽ പഠിക്കുന്നവർക്ക് ഇതൊരു മാതൃകാപരമായ ഒരു കേസായി മാറണം. അതുകൊണ്ടാണ് DYSP നന്ദകുമാറിനെ ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം അദ്ദേഹം അത് കൃത്യമായിട്ട് നിയമപരമായ കാര്യം മുന്നോട്ട് കൊണ്ടുപോയി. പെൺകുട്ടികളാണ് അതിന് കൺസെഷൻ വേണമെന്നൊക്കെ ജനറൽ മാതാപിതാക്കൾ പറയും. നമ്മുടെ മക്കളൊക്കെ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മളും പറയും. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന ഒരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ഈ പെൺകുട്ടികൾ കാരണമാണോ ഉണ്ടായിരിക്കുന്നത്? ആ പെൺകുട്ടികളെ അവിടുന്ന് പിരിച്ചുവിടേണ്ടതായിരുന്നു നേരത്തെ. എങ്കിലും ഈ ആത്മഹത്യ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത്. അത് ആ പ്രിൻസിപ്പൾ ചെയ്തില്ല. പ്രിൻസിപ്പൾ അതിൻ്റെ അകത്ത് കുറ്റക്കാരനാണ്, അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ കുറ്റക്കാരാണ്. 3 കുട്ടികൾ അവർ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അവരെ മാതാപിതാക്കളോട് വിളിച്ച് അവർക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതവിടെ ചെയ്തില്ല. അങ്ങനെ നമുക്ക് ഈ കുട്ടിയുടെ മരണം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതേപ്പറ്റി പോലീസ് കൂലങ്കഷമായിട്ട് അന്വേഷിക്കണം, നല്ല കൃത്യമായിട്ട് അന്വേഷിക്കണം. കുട്ടികളുടെ റോള് കൃത്യമായിട്ട് അറിയണം. ആരാണ് ഈ കുറ്റം എഴുതിയെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ ഈ കേസ് ഒരു 304 IPC പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം നമുക്ക് 306 പ്രേരണ കുറ്റമാണ് വരുന്നെങ്കിലും ആ 306 അല്ല, അത് ഇപ്പോഴത്തെ 108 BNS 108 പ്രകാരം കുറ്റകരമാണ്. അപ്പൊ ആത്മഹത്യക്ക് പ്രേരണ പ്രവൃത്തി നടന്നു എന്ന് ആണ് ഇപ്പം വന്നിരിക്കുന്നതെങ്കിൽ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് പോലീസ് ദയവായി ഇതിനകത്ത് പരിശോധിക്കണം. ഇതൊരു ടിപ്പിക്കൽ കേസാണ്. ആ കുട്ടിയുടെ കയ്യക്ഷരത്തിലാണോ ഈ കുറ്റ് എന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്നത്? അത് അടിയന്തരമായിട്ട് പോലീസ് പരിശോധിക്കുകയും ചെയ്യണം.